37 വർഷക്കാലമായി മലയാള സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ടി ഉഷ. അപ്പം നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ കണ്ടിട്ടാണ് ഇറങ്ങിയേക്കുന്നത്. ഭരതനാട്യം ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ കണ്ട് എങ്ങനെയുണ്ട് കലോത്സവം ഒക്കെ? ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടം എത്രമാത്രം ഉയർന്നു വന്നു എന്നുള്ളതാണ്. കാരണം ഒന്നിനൊന്നിന് ആർക്കെങ്കിലും ബി പോകരുതേ എന്നുള്ള ചിന്തയിലായിരുന്നു. കാരണം പക്ഷെ ജഡ്ജും അതേപോലെ തന്നെയാണ് കേട്ടോ. ആ ഓരോ മാർക്കുകളും എല്ലാ കുട്ടികൾക്കും ശരിക്കും പറഞ്ഞാൽ ആ ഭരതനാട്യം എല്ലാവർക്കും തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അത് ശരിക്കും കൊടുക്കേണ്ടത് തന്നെ. അതുപോലത്തെ ഇപ്പം ഇത്ര നേരവും ഞാൻ ഗ്രൂപ്പ് ഡാൻസുകൾ കണ്ടു. ഗംഭീരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അവതരിപ്പിച്ചത് മുഴുവനും നമ്മുടെ പൂർവ്വകാല ചരിത്രങ്ങളും ഭഗവാന്റെ ചരിത്രം, ഭഗവതിയുടെ ചരിത്രം, മലനാടിൻ്റെ, ഉൾനാടിൻ്റെ, അതായത് ഭൂമിയുമായിട്ട് ഇടകലർന്ന് നിൽക്കുന്നത് തന്നെയാണ് ഇവിടെ അവതരിപ്പിച്ച ഓരോ ഡാൻസുകളും. വളരെയധികം അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കാനുണ്ട്, കഥകൾ എന്താണെന്ന് ഉൾക്കൊള്ളാനുണ്ട്. വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ്. ഒരു കുഞ്ഞു പോലും ഒരു വിരൽ പോലും തെറ്റാതെ അത്രയ്ക്ക് എനർജിക്കായിട്ട് ചെയ്തല്ലോ എന്നുള്ള വളരെ സന്തോഷത്തിലാണ്. തിരുവനന്തപുരത്തിന് അഭിമാനിക്കാം ഈ വർഷം. നമ്മളിങ്ങനെ ശ്വാസം അടക്കി പിടിച്ച് സത്യം ഓരോ കുട്ടികളുടെ പെർഫോമൻസും അങ്ങനെയാണ്. കാരണം ഇത്ര ചെറിയ കുട്ടികളാണ്. പക്ഷെ എനിക്ക് ഒന്നുകൂടി ഉണ്ട്, ഇവരെ പഠിപ്പിച്ചെടുത്ത ടീച്ചേഴ്സ്, അവരെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കാരണം അത്രയ്ക്ക് ഓരോ കണ്ണും ചെവിയും ഓരോ നമ്മുടെ ചലനങ്ങൾ പോലും ആ ഒരു കഥ പറയുന്നതിന് അർത്ഥമുള്ള വാക്കുകളും അർത്ഥമുള്ള ആ ഒരു പെർഫോമൻസും തന്നെയാണ്. തലമുറ വളരെ ഭാവിയുടെ താരങ്ങളാണല്ലേ? തീർച്ചയായിട്ടും ഇതിൽ നിന്ന് കുറെ കുട്ടികളൊക്കെ ഇനി അടുത്ത സിനിമകളിലൊക്കെ, കാരണം അതിസുന്ദരന്മാരും അതിസുന്ദരികളുമാണ് ഇവിടെ വന്ന് പെർഫോം ചെയ്ത് പോയത്. എല്ലാവർക്കും നല്ല ഭാവി ഉണ്ടാകട്ടെ. കാരണം ഓരോ കുഞ്ഞു മനസ്സിലും നാളെയുടെ പ്രതീക്ഷകളായിട്ടാണ് ഈ ഒരു കലോത്സവം എല്ലാ ദേശത്തും കൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ മക്കൾ ഇതിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന കലാതിലകം പട്ടമൊക്കെ കിട്ടുന്നവരാണ് നാളെയുടെ നമ്മുടെ താരങ്ങൾ. എല്ലാ വേദികളിലൊക്കെ പോയിരുന്നോ? എല്ലാ സ്ഥലത്തും ഏകദേശമൊക്കെ പോയിട്ടുണ്ട്. എല്ലാവർക്കും ഞാൻ അവരുടേതായിട്ടുള്ള കഴിവ് തെളിയിച്ചതിൽ എല്ലാവർക്കും ഞാൻ ആശംസകളും നന്ദിയും. കാരണം ഇത്രയും നല്ല പെർഫോം ചെയ്തതിനാണ് ഞാൻ. എന്തായാലും ഈ തിരക്കുകൾക്കിടയിലും ഇങ്ങനെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും ഈ കലാവിരുന്ന് കാണാനും ഒക്കെ എത്തുന്നത് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ.